പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് 1201 ചിങ്ങമാസം 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ 2025 ആഗസ്റ്റ് 27 മുതൽ ചിങ്ങം 2-ാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് 27 വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ്. അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല. മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം. നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ. അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും. ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും. 11-ാം ഭാവത്തിൽ മേടത്തിൻ്റെ 11-ാം ഭാവത്തിൽ രാഹുവും 12-ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ശനി, അഷ്ടമത്തിൽ വ്യാഴം, 9-ൽ ബുധ ശുക്രന്മാർ, 10-ാം ഭാവത്തിൽ രവി കേതു, 11-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം വൃശ്ചികൻ രാശിക്കാർക്ക് ചന്ദ്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഖ്യാതോ ഭാവഗുണാന്യുതേ ഭവഗതേ, തൻ്റെ ഗുണങ്ങളാൽ പൂജിക്കപ്പെടും താൻ. ഭവഗതേ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ലക്ഷ്മി യോഗമാണ്. ഇവിടെ വളരെയധികം ലഗ്നാധിപനായ ചൊവ്വയും പിതാവ് 9-ാം ഭാവം, പാരമ്പര്യം, പിതാവുമായി ബന്ധപ്പെടുന്ന ഗുരുവുമായി ബന്ധപ്പെടുന്ന ചന്ദ്രനും ഒന്നിച്ചു നിന്ന് ലക്ഷ്മി യോഗം പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഗുരുജനങ്ങളുടെ അനുഗ്രഹങ്ങളും ആദരവും തനിക്ക് ലഭിക്കുന്നു. പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. പൂർവികമായ സ്വത്ത് ലഭിക്കുന്നു. ഭൂമി തർക്കമില്ലാതെ പരിഹരിക്കാൻ പറ്റുന്നു സഹോദരങ്ങളുമായി ചേർന്ന്. എല്ലാം തന്നെ അത്ര ശക്തമായ വെളുത്ത പക്ഷത്തിൽ ലക്ഷ്മി യോഗമാണ് 11-ലെ ചന്ദ്രനും ചൊവ്വയും കൂടി ശശിമംഗള യോഗമായി, രാജയോഗമായി വൃശ്ചികൻ രാശിക്കാർക്ക് സമ്മാനിക്കുന്നു. അതിനാൽ പൂർവികമായ സ്വത്ത്, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഭാഗം വെച്ച് ലഭിക്കുക തുടങ്ങിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഒരു വാരത്ത് നടക്കും വൃശ്ചികം രാശിക്കാർക്ക്. അഷ്ടമ വ്യാഴമാണ്. ധനപരമായ ഇടപെടലുകൾ ശ്രദ്ധിക്കണം. പക്ഷേ 9-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുണ്ട്. പലപ്പോഴും സാമ്പത്തികമായി ബാങ്കിൽ നിന്നൊക്കെ ധനം കിട്ടണമെങ്കിൽ ഒക്കെ അനുകൂലമാണ്. മക്കളുടെ പഠന വിഷയത്തിൽ വളരെ അനുകൂലമാണ്. നല്ല വാഗ്മിത്വം ലഭിക്കുന്നു. പലപ്പോഴും ഈ ഒരു വർഷം, ഈ ഒരു തുടക്കത്തിലൊക്കെ എൻറോൾ ചെയ്യുന്ന വക്കീലന്മാർക്കൊക്കെ വളരെ നല്ലതായിരിക്കാം. നല്ല വിദ്യ പഠിച്ച് തങ്ങളെ വാക്കുകൊണ്ട്, വൈഭവം കൊണ്ട് മുന്നോട്ട് വരാം. പ്രാസംഗികർക്ക് വളരെ നല്ല സമയമാണ്. അപ്രകാരം സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ഒരു വാരം വളരെ അനുകൂലമാണ്. അതിലൂടെ തങ്ങൾക്ക് എല്ലാ നന്മയും പ്രദാനം ചെയ്യും. ധാരാളം ഉറക്കമൊടിയരുത്. പലപ്പോഴും ചിന്ത വളരെ കൂടുതലായി പോകും. അതിലൂടെ ചിന്താജടം, ദർശനം, ചിന്ത കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥ വരും. തൈറോയിഡ് വരും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ നന്നായി ഗുരുവായൂരപ്പനെ ഭജിക്കുക, വിഷ്ണുവിനെ ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമല പാൽപ്പായസ വഴിപാടായി സമർപ്പിക്കുക. സാമ്പത്തിക മേഖലയിലുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ പരിഹാരമാകാൻ ഈ ഒരു വാരം സഹായകരമാകട്ടെ. ഇവിടെ ധനാധിപനായ വ്യാഴം ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. ധനം വരും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു തരത്തിലും ഈ ധനത്തിൻ്റെ യൂട്ടിലിറ്റി, വരുന്ന ധനത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കടലിൽ എറിയുന്നത് പോലെയാകും. അങ്ങ് ധനം മുഴുവൻ നശിച്ചു പോകും. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. ഉദര സംബന്ധമായ രോഗങ്ങൾ നോക്കിയേ മതിയാവുകയുള്ളൂ. ചെവി ബാലൻസും നോക്കണം, ഇയർ ബാലൻസിങ്. കാരണം 5-ലും 11-ലും പാപഗ്രഹങ്ങളാണ്. അത് ചെവി രോഗത്തെ ഉണ്ടാക്കും. വ്യാഴം അഷ്ടമത്തിലാണ്. അതിനാൽ ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.